സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും ഈദ് മുബാറക്ക് ആണെങ്കിൽ ഈദ് കഴിഞ്ഞിട്ടേ വീഡിയോ വരുള്ളൂ, വേറെ വിഷയം. സോ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നാണ്. ബിലാലുണ്ട്, ഷീനുണ്ട്, അശ്മിലുണ്ട്, ഷാമിൽ വരും, മുഫീദ് വരും, അവന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ ജസ്റ്റ് എല്ലാവരും പാടി കൂടിയിട്ട് ഇവിടെ വള്ളിക്കുന്ന് പമ്പിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാരൊക്കെ വന്നിട്ട് വേണം എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ. സോ എന്തായാലും അവന്മാർ വരുന്നവരെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് എങ്ങനെയെങ്കിലും പോവാം. ബിലാലിൻ്റെ വീട്ടിൽ നിന്ന് ഇഷ്യൂ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പമ്പിൻ്റെ അവിടേക്ക് തന്നെ പോവാണ്. ഞാൻ അപ്പോൾ അവന്മാരെ അടുത്ത് ചെന്നിട്ട് സെറ്റാക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വിടുന്ന ചെക്കന്മാരവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്. ഇനി ഞങ്ങൾ നേരെ എങ്ങോട്ട് പോകും? ആദ്യം എന്നോട് പോവാം. വല്യമ്മനെ കണ്ടത് എന്താണ് മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മള് പറക്കത്തല്ലോ, ഒരു സാധനം വാങ്ങല്ലോ, അനുഗ്രഹം വാങ്ങിയിട്ട് ഇറങ്ങാം. ഓക്കേടാ. ഞങ്ങൾ അങ്ങനെ എസ്ബിലിൻ്റെ തറവാട്ടിലേക്ക് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് നിന്നതാണ്. ഈ ഒരു വ്യൂ നമ്മളെ പാലത്തിൻ്റെ താഴേക്കുള്ള ആ റോഡുണ്ടല്ലോ, അതാണ് കടലുണ്ടി പാലം. അപ്പം ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. എന്തായാലും അവിടെ കുറേ വെള്ളം, അയ്യോ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണാൻ. അയ്യോ സംഭവം കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ നല്ല കാറ്റും, ഫോട്ടോ എടുക്കാൻ റീലെടുക്കാം. അവിടെ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ റീലൊക്കെ എടുക്കാം. നല്ല രസമുണ്ട്. ആ തോണിയൊക്കെ ഇങ്ങനെ നിൽക്കണേ, അങ്ങനത്തെ റീലൊക്കെ എടുക്കാം. കൊള്ളാല്ലേ ഇവിടെ ഇങ്ങനെ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടും പാടില്ലടാ. ഞാൻ എപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നേ. ഇത് തോണി കയറിക്കോ. അയ്യോ സെറ്റ്. ഞാൻ ഇവിടെ ചുമ്മാ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി, ഒരു റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും നമ്മൾ കഴിവ് തെളിയിക്കണതാണല്ലോ. ചുമ്മാ ഞാൻ വെറുതെ ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോ എടുക്കും. എനിക്കിഷ്ടപ്പെട്ട കാര്യം എഡിറ്റ് ചെയ്യും. ഞാൻ തന്നെ എനിക്കിഷ്ടപ്പെട്ട കാര്യം പോസ്റ്റ് ചെയ്യും. പേഴ്സണൽ അക്കൗണ്ടിലല്ലേ, ഞാൻ അങ്ങനെ വീഡിയോ ഒരു മൊമെന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേജാണ് തുടങ്ങി. അതിൽ ചെക്കന്മാരെ പടക്കം എവിടെടാ പടക്കം? പൊട്ടിക്ക് സീനാ പൊട്ടിക്ക്. അശ്മില് കുറച്ച് സൈഡ് കിട, അന്നേരം കാണുള്ളൂ. ഇതെന്താ ഇങ്ങനെ? അങ്ങനെ തന്നെ പൊട്ടിച്ചോ? ഇതെന്താ വലയിട്ട് അത് കത്താത്ത? കാറ്റാണ് നമുക്ക് ആദ്യം അറിയില്ലേ. ചോപ്പടിയോ? ടിൻടിൻടിടി. അങ്ങനെ നമ്മള് അശ്മിലിന്റെ ഉമ്മാൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറെ എങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ്. എങ്ങോട്ടേക്കാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു ഇടുങ്ങിയ പാതയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അയ്യോ കൈയൊക്കെ നോക്കണം, ഇല്ല എന്നിട്ട് മതിൽ വരൊക്കെ തട്ടും. എൻ്റെ പേരും ബ്ലോക്ക് പടിയും ഒക്കെ ബ്ലോക്ക്. ഞങ്ങൾക്കത് വണ്ടി എടുത്ത് പോകാൻ പറ്റണില്ല ഗൈസ്. അപ്പന്മാരാണെന്നുണ്ട് പ്ലാനിങ് ഒന്നും ഉണ്ട്, ഉഷാറാക്കണില്ല. എനിക്കാണെന്നിട്ട് അസ്സലാമലൈക്കും. So guys, we are going to the ചായ കുടി. എങ്ങോട്ടാണെന്ന് നോ ഡെസ്റ്റിനേഷൻ, വി ഹാവ് നോ ഡെസ്റ്റിനേഷൻ. എങ്ങോട്ടെങ്കിലൊക്കെ പോവാ, ഒരു ചായ കുടിക്കുക, ലാവിഷായിട്ട് വരിക, അതാണ് പ്ലാൻ. അങ്ങനെ നമ്മളെ ചായ കുടിക്കാനുള്ള യാത്ര അതിമനോഹരമായി വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെക്കന്മാരൊക്കെ ഫ്രണ്ടിലുണ്ട്. എയർപോർട്ടിനായിട്ട് പോകാന്നുള്ള മൂഡിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയി നോക്കാം എന്താ പറയുക. എയർപോർട്ടിൻ്റെ അവിടെ ഒരു കുറേ ചായ സ്പോട്ടുള്ളൊരു സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ഇന്നാള് പോയ സ്ഥലം വേറെ ഇനി. ആ വണ്ടി പ്ലെയിൻ ഇറങ്ങണ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനെന്തേലും പറയാ, ഇറങ്ങണേന് എന്താ പറയാ? അങ്ങോട്ട് കയറി പോയി നോക്കടാ, പുളമായിട്ട് പോയി. ഞങ്ങളെ പ്രതീക്ഷ എല്ലാം നശിപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് കട അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളെ എണ്ണയും കത്തിച്ച് വന്നതിന് ഇപ്പം എന്തൊരു കാര്യം? ഇവിടെ അവിടെ അവന്മാര് പടക്കം പൊട്ടിക്കുന്നുണ്ട്, കാണുന്നില്ലല്ലോ. ഒന്ന് പൊട്ടിച്ചില്ലേ? ഒന്ന് പൊട്ടിച്ചു, അടുത്തേക്ക് നോക്കാം. ഇവിടെ ചായ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേറെ സ്ഥലത്ത് പോയി ചായ അടിക്കാം. സാധാരണ നമ്മൾ കുടിക്കുന്നിടത്തൊക്കെ പോകാൻ തോന്നുന്നുണ്ട്. അവന്മാരത്തൊക്കെ പറയണു ഓരോന്ന് ഇവിടെ കിടക്കണു, ഓരോന്ന് ഇരിക്കണു, ഇവിടെ ഇരിക്കണു. ഈ കൊല്ലത്തെ പെരുന്നാൾ മൊത്തം മൂഞ്ചലാണ്. എന്താന്നാവും മൊത്തത്തിൽ കഴിഞ്ഞ പെരുന്നാൾ മൂഞ്ചി, ഇപ്പെരുന്നാൾ മൂഞ്ചി.
നമ്മളങ്ങനെ ഒരു ചായക്കടയിൽ എത്തി ഗൈസ്. എങ്ങനെയൊക്കെ എത്തി. ഇപ്പോൾ കൊണ്ട് കറക്റ്റ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി ലെഫ്റ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എയർപോർട്ട് എത്തി അല്ലേ? ഇവിടെ കാണുന്നില്ലല്ലോ. അതാ എയർപോർട്ടിൻ്റെ ഏകദേശം എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തി. എന്തെങ്കിലും കഴിക്കണം, വിശന്നിട്ട് വയ്യ. പക്ഷേ ആ കട അല്ല ഈ കട. നമ്മളിനി താഴേക്ക് നടക്കണം. താഴേക്ക് നടന്നിട്ട് പോലടുത്ത് എത്തണം ഇല്ലടാ. അസ്സലാമലൈക്കും. ബിലാലും മുഫീദും വേറെ ഏതോ കടയിൽ ഇതാ വരുന്ന എടാ നായി കുഴപ്പമില്ലാതെ കാണിക്കൂല. അവന്മാര് ചായ പിടിച്ചു നമ്മളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. ബ്ലഡി ഗ്രാമവാസീസ് ചായ 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 വടയും കഴിച്ചുകൊണ്ട് ഒരു കടി. അവിടെ പെരും തിരക്കാം, നല്ല തിരക്കാം. ഇവിടെ മൊത്തത്തിൽ തിരക്കാം. കഴിക്കട്ടെ, കുഴപ്പമില്ല, നല്ല ഉറപ്പാണ്, നല്ല ഉറപ്പാ. പല്ലിന് മസിൽ വരും ഉദ്ദേശം തരൂല. ഇവനെ അന്നില്ല നമ്മള് ഇവണ്ട് അന്ന് മറ്റേ മുട്ടായി എടുത്ത് ഓർമ്മ ഉണ്ടോ എനിക്ക്? ആ പമ്പര മുട്ടായി തരൂടാ. 2 രൂപ ജീപ്പേ, 2 രൂപ ജീപ്പേ. ഒരു 10 200 2 രൂപ ജീപ്പേ. ഏതാ ഫുൾ ചെലവ് ബിലാലിന്റെ വക. എവിടെ ബിലാലിനെ കാണുന്നില്ല. ബിലാലിന് എന്തോ പറ്റിക്കണം എന്തായാലും. പെരുന്നാളുണ്ടോ ഓരോരുത്തർക്ക് 10 രൂപ ബോണസ് എന്റെ വക. വൈനോട്ട് എടുത്തോ. 10 കേട്ടോ. 10 അതെത്ര? 20 10 20 5ഒന്നല്ല 10 രൂപ. ആ 10 ഓക്കെടാ. എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അമ്മ ഒരു തിരക്കാം. എന്തായാലും എടുക്കട്ടല്ലേ എന്നാല്. കാക്ക അത് 30 ആണോ? അത് 30 ടാ. അത് 20 ആവും. ബൾക്കായിട്ട് എടുക്കാൻ ഡിസ്കൗണ്ട് 50. 20 മുപ്പതിന്റെ ടൈമുള്ള കഴിഞ്ഞോ? സമാൻ നെയ്യേ. എടാ ഞാൻ എടുക്കട്ടാ. എന്തേലും എടുക്കാനല്ലോ. എന്താ പറയാ, വലുതിന് 100 ആവും. അത് ഇജ്ജ് കഴിച്ചു നോക്കി. എന്താ പാടൊക്കെയാ രസം ഉണ്ടെങ്കിൽ എടുക്കാൻ. അത് ഏതാ ഫ്ലേവർ? ബ്ലൂ എന്താണ്? ബിഗ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ആണോ? ഇത് ചോക്ലേറ്റ് ഒന്നല്ല, ഇത് മുന്തിരി ഫ്ലേവർ ആണ്. മുന്തിരി ഫ്ലേവർ ആണ്. ഏതാ? പക്ഷെ ബിഗ് ചോക്ലേറ്റ് എന്നാ കാണണേ, എന്താ അറിയില്ല. കണ്ടിട്ട് മുന്തിരി. സ്പൂണ് ആ സാധനം കഴിഞ്ഞിക്കാ. ഞാൻ എടുത്തില്ല. ഐ വിൽ ടേക്ക് ദിസ്. ഞാൻ എന്ത് മാറ്റി ഇതേതാ ഫ്ലേവർ? ഓ ഇത് വേണ്ട, അത് 10 രൂപ മതി. 20 പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഇത് 30. ആ 30. വേറെ ആ ഇതുണ്ടോ ബോക്സ്? ഇപ്പന്മാര് കഴിച്ചാൽ 25-ന്റെ 2 സെറ്റാണ്. ഇത് കഴിഞ്ഞോ? ഈ സാധനം കഴിഞ്ഞല്ലോ. ആന്ന് വേണ്ട ചാടക്കേക്ക്. ചാടൊന്നും ഞാൻ കാണിച്ചില്ല. ഞാൻ എന്തെടുത്ത് പൊട്ടിക്കട്ടെ. ചോക്ലേറ്റ് തന്നെടാ പുറത്ത്. കാൽക്കുലേറ്റർ കൊടുക്കണം. അങ്ങനെ ഫുഡടിയും പരിപാടിയും കഴിഞ്ഞു. ഇനി ബിലാലും അശ്മിലും മുഫീദും പാടി വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഒരു വണ്ടി എടുത്ത് വന്നിട്ട് എങ്ങനെ ഫുഡ് അടിയൊക്കെ ഉണ്ട്. ഫുഡടി സെറ്റ് ഞാനില്ല. 2 രൂപ ഡൊണേഷൻ ചെയ്തവനാണ്. അല്ല പറയാതിരിക്കണല്ലേ. ഓക്കെടാ
അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അശ്വിൻ്റെ കൂടെ, മുഫീദിൻ്റെ ഒപ്പം ഷാമിൽ, ബിലാലിൻ്റെ ഒപ്പം സിനാനെ. അങ്ങനെ ഓലെ നാട്ടിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുന്ന ആൾക്കാരെ കൂട്ടി പിടിച്ചിട്ട് ഓലാണ്ട് വിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെടാ, ബൈ.